അങ്ങനെ ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടെന്നെങ്കിൽ ആ നിയമം എല്ലാരും ഞാൻ അങ്ങോട്ട് തൂക്കിക്കൊള്ളുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തൂക്കിക്കൊല്ലടോ ബാല. അവൻ നമ്മളെ അങ്ങോട്ട് തട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മരിച്ചു പോകട്ടെ. ജീവിതം അടുത്തുന്നേ അന്നൊന്നും പോയി ചാവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ചാവാൻ പേടിയാണ്. അപ്പോഴാണ് ഞാൻ ഈ ന്യൂസ് കേൾക്കുന്നത്. ഒരു വ്യക്തി നമ്മുടെ നാട്ടിലെ തോക്കുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെ പേര് പറയണോ? ആളെ നിങ്ങൾക്ക് വേണ്ടിയിട്ടില്ലേ? നമ്മുടെ ബാലണ്ണൻ തന്നെ. അപ്പൊ ആളുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആള് തീർക്കുന്ന പറയുന്നത്. അന്നൊന്ന് ബാലണ്ണന്റെ പേര് പറഞ്ഞിട്ട് തന്നെ ബാലണ്ണൻ നമ്മളിങ്ങോട്ട് തീർക്കട്ടെ. അപ്പൊ പരിപാടി നമ്മുടെ ആഗ്രഹം നമ്മൾ പറയില്ലേ, വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും അതുപോലെയാണ് നടക്കട്ടെ. ഞാൻ ചോദിക്കുന്നതല്ല എന്തുകൊണ്ടാണ് പുള്ളിക്കാരന്റെ പേര് ഇഷ്ടമില്ലാത്തത്. അപ്പൊ ഇനി ആൾക്ക് ഒരുപാട് ഇറിറ്റേഷൻ വരണ്ട. നമുക്കൊരു പണി ചെയ്യാം, ബാലണ്ണൻ എന്നുള്ളത് മാറ്റി പിടിക്കുക. ഞാൻ അങ്ങനെ കുറെ ആലോചിച്ചിട്ട് ഒരു പുതിയ പേര് തോക്കണ്ണൻ എന്നാക്കിയാലോ? ആ തോക്കിന്റെ സ്ഥാനത്ത് തോ മാറ്റി നിങ്ങളുടെ ഇഷ്ടം പോലെ. ഇപ്പൊ ചില ചേട്ടന്മാർക്ക് പുതിയ പേര് കിട്ടിയിട്ടുണ്ടാവും. അടിക്കോ മക്കളെ കമന്റ്. അപ്പോ എന്തൊക്കെയാണെങ്കിലും ഇതൊരു വെള്ളരിക്കാ പഠനമൊന്നുമല്ലല്ലോ. നമുക്കറിയണമല്ലോ എന്താ സംഭവിക്കാന്ന്. ഈ വിഷയത്തില് നമ്മൾ 1-2 വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരുപാട് യൂട്യൂബേഴ്സ് എടുത്ത വീഡിയോ ചെയ്യുന്ന കാരണം നമ്മൾ ഇതൊക്കെ ഫോളോ ചെയ്തു പോകുന്നുണ്ട്. എസ്പെഷ്യലി മൂപ്പൻ ബ്ലോഗ്സിലെ വീഡിയോസ്, ലൈഫ് ഓഫ് അനന്തുവിന്റെ വീഡിയോസ് ഇതൊക്കെ നമ്മൾ കാണാറുണ്ട്. അപ്പൊ ക്വൈറ്റ് അപ് ടു ഡേറ്റ്സ് തന്നെയാണ് നമ്മളും. പിന്നൊടുങ്ങി നമ്മളും ഇതിൽ ആക്റ്റീവായിട്ട് സംസാരിക്കുന്നതാണ്. നമ്മൾ ചാവോ, നമ്മളെ കൊല്ലോ, എന്ത് സംഭവിക്കും, നമ്മുടെ നാട്ടിൽ ഇങ്ങോരാണ് നാട് ഭരിക്കണ എല്ലാ കാര്യങ്ങളും അറിയണം. ഇപ്പൊ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു വ്യക്തി കൊല ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിക്കുകയോ ചെയ്യുന്നത് വരെ നമ്മുടെ നിയമപാലകരും നിയമ സംവിധാനങ്ങളും നോക്കി നിൽക്കും. അതായത് നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അജു അലക്സ് തന്നെ, നമ്മുടെ ചെകുത്താൻ എന്ന് പറയുന്ന ചാനലിലെ വ്യക്തി, പുള്ളിക്കാരൻ തന്നെ വന്ന് പറയുന്നുണ്ട്, പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുക്കാൻ പോയപ്പോ അവർക്ക് തന്നെ ഒരു പോലീസുകാര് അത് നിങ്ങളെ ആയിരിക്കും ഉദ്ദേശിച്ചത്, ഈ തോക്കണ്ണൻ ഭീഷണിപ്പെടുത്തിയെന്നും കൊല്ലുന്നൊക്കെ പറയുന്നത്. നിങ്ങളെ ആവാൻ ചാൻസ് ഇല്ല. അതെങ്ങനെയാ അവർക്കറിയാം? അന്വേഷിക്കാതെ, അതായത് ഒരു മനുഷ്യന് പോയിട്ട് ഒരു നിയമസഹായം നമ്മുടെ നാട്ടിൽ കിട്ടാൻ വേണ്ടി നമ്മൾ പോലീസ് സ്റ്റേഷനിലാണ് യൂഷ്വലി പോയി കേസ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ കോർട്ടും കാര്യങ്ങളും വഴി പോകണം. അപ്പൊ ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ചെല്ലുന്നതിനേക്കാൾ മുമ്പ് തന്നെ നമ്മൾ പറയത്തില്ലേ, മുൻവിധിയോടുകൂടി. അത് അങ്ങനെയല്ല, അത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടില് ഒരുത്തൻ ഈ തോക്കും പിടിച്ച് നാട് മൊത്തം നടന്ന് ആളുകളെ വധഭീഷണി മുഴക്കി, അല്ലെങ്കിൽ പല പല ഐഡികൾ ഉണ്ടാക്കി കമന്റുകളിൽ പോയി വൃത്തികേട് എഴുതി വെച്ച് ഒരു ലൈസൻസ് ഇല്ലാതെ ഓരോ കുറച്ച് വർത്തമാനങ്ങൾ പറഞ്ഞ് നമ്മുടെ നാട്ടിലെ ആളുകളെ ഭീഷണിപ്പെടുത്തി? എന്താ ഇവൻ മാത്രമേ ഉള്ളൂ ഒരു സിനിമാ നടൻ? ഇവന് എത്ര ക്യാഷ് ഉണ്ടെങ്കിലും, ഇവന് എവിടത്തെ കൊമ്പത്തെ പിടിപാടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നാട്ടിലെ ജനങ്ങളെ ഇറങ്ങി വൃത്തികേട് പറഞ്ഞ് അവരെ കൊല്ലം ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഒരുത്തൻ നടക്കുന്നുണ്ടെങ്കിൽ അവനെതിരെ ജനങ്ങളെ ഇറങ്ങണം. നിയമം നോക്കുകുത്തിയാകുന്നിടത്ത് ജനങ്ങളെ നിയമം കയ്യിലെടുക്കും. എന്തോന്നടേ, ഒരുത്തൻ ഭീഷണി മുഴക്കുമ്പോഴേക്കും അവന്റെ പേരൊന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവൻ നമ്മളെ അങ്ങോട്ട് തട്ടുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മരിച്ചു പോകട്ടെ. എല്ലാവരും ഒരിക്കൽ മരിക്കത്തുള്ളൂ. ഭീരുവായിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം ഇതുപോലെയുള്ള ഒരു ചെറ്റയ്ക്കൊതിയൊക്കെ സംസാരിച്ചിട്ട് അന്തസ്സോടുകൂടി മരിക്കാൻ ശ്രമിക്കണം. താനൊന്ന് കൊല്ലുന്നത് ഞാനൊന്ന് കാണട്ടെ. വെല്ലുവിളിയാണെന്നുണ്ടെങ്കിൽ വെല്ലുവിളി തന്നെയാണ്. എത്രമാത്രം ആളുകളാണ് ഇവന്റെ ഭീഷണി അത്രയ്ക്കും സഹിക്കവയാഞ്ഞിട്ടാണ് ഓരോരുത്തർ വന്ന് പറയുന്നത്, നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ, എന്റെ വീട്ടുകാർക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ. ഞാൻ വീണ്ടും ചോദിക്കുകയാണ്, ഇതൊക്കെ ഇത്രമാത്രം ആളുകൾ പറഞ്ഞിട്ടും നിയമം എന്താണ്? നമ്മുടെ നാട്ടിലെ നിയമവ്യവസ്ഥകൾ എന്താണ്? ഇങ്ങനെ നോക്കി അവൻ വെടി വെക്കട്ടെ എന്നിട്ട് ഞങ്ങള് ആക്ഷൻ എടുക്കാം, അതാണോ സാറേ? ഇനിയും നമ്മുടെ ഷൈനിമാരുണ്ടാകും. കാരണം ആ ഒരു സിറ്റുവേഷനിൽ കൂടിയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പൊ നമ്മുടെ വീട്ടിലാണ് ഇല്ലീഗലായിട്ട് ഒരു സാധനം, ഒരു തോക്കും കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് വളയില്ലേ നമ്മുടെ വീട്, നമ്മൾ എന്ന ജയിലിനുള്ളിലായി. പക്ഷെ ഇവന്റെ കയ്യിൽ തോക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ആ തോക്ക് കാണാൻ ആർക്കും കണ്ണില്ല. പെരുന്നാളിന് പള്ളിപ്പറമ്പിൽ നിന്ന് മേടിച്ചതോ ഉത്സവ പറമ്പിൽ നിന്ന് മേടിച്ച എന്തോ ഒരു കളിത്തോക്കാണെന്നാണ് നമ്മുടെ പോലീസുകാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തൊരു ദുരവസ്ഥയാണ്. മനുഷ്യന്മാര് ഒരാളല്ല രണ്ടാളല്ല ഒരുപാട് പേര് വന്ന് പറയുവാണ്, ഞങ്ങൾക്ക് ഭീഷണിയാണ്, ഞങ്ങളുടെ ജീവന് ഭീഷണിയുണ്ട് എന്ന് ഇത്ര സീരിയസ് ആയിട്ട് പറഞ്ഞിട്ട് നിങ്ങളാരും ചെയ്ത വീഡിയോ ഞങ്ങളാരും കണ്ടിട്ടില്ല, ഞങ്ങളാരും യൂട്യൂബ് കാണാറില്ല, അങ്ങനെയുള്ള മുട്ടാപ്പോക്ക് ന്യായങ്ങളും പറഞ്ഞ് നമ്മുടെ നിയമം നോക്കുകുത്തിയാകുമ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യങ്ങളിലാണ് ജനങ്ങൾ റോട്ടിലേക്ക് ഇറങ്ങുക, ജനങ്ങൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അത് വരെ നോക്കി നിൽക്കും. ഇപ്പൊ ഡോക്ടർ എലിസബത്ത് എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വീഡിയോസ് തന്നെ റേപ്പ് ചെയ്തു എന്ന് പറയുന്ന ഒരു അലിഗേഷൻ വരെ, അങ്ങനെ ഒരു കാര്യം വരെ ഈ വൃത്തികെട്ടവനെതിരെ ഡോക്ടർ എലിസബത്ത് പറഞ്ഞിട്ട് എന്ത് നിയമം ഇപ്പൊ പറയും, എലിസബത്ത് കേസ് കൊടുത്തില്ല എന്ന് പറഞ്ഞു. കേസ് കൊടുക്കാതെ പോലും എവിടെ ഇപ്പൊ എലിസബത്ത്? എന്താ എലിസബത്ത് ഇപ്പൊ മുന്നോട്ട് വരാത്തത്?
ഭീഷണി തന്നെയാണ്. കേസ് കൊടുത്താലേ ഇവന്മാരൊക്കെ അന്വേഷിക്കുള്ളൂ. കേസ് കൊടുക്കാത്ത ഒരു കാര്യം ഇവർ അന്വേഷിക്കില്ല. ഇനി ഇവർ അന്വേഷിക്കും എപ്പോഴാണെന്നറിയോ? ആ സ്ത്രീനെ ഒരു വെള്ള പുതപ്പിച്ച് കിടത്തുന്ന സമയത്ത് ഇവന്മാർ വരും കുറെ നിയമങ്ങളൊക്കെ ആയിട്ട്. എവിടെ വനിതാ കമ്മീഷൻ? എവിടെ നമ്മുടെ രാഷ്ട്രീയക്കാര്? എന്തുകൊണ്ടാണ് ഇതുപോലെ ഒരുത്തൻ നാട്ടിലിറങ്ങി ഈ അവന്റെ വൃത്തികേടുകൾ മൊത്തം കാണിച്ച് ഒരു ഞാനാണ് ഇവിടെ ഭരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെയൊക്കെ പൊട്ടന്മാരാക്കി മണ്ടന്മാരാക്കി ഭീഷണിപ്പെടുത്തി ജീവിക്കുമ്പോ ഇവന്റെ വായ അടപ്പിക്കാൻ അതിനൊക്കെയല്ല നിങ്ങളെയൊക്കെ ജയിപ്പിച്ച് വലിയ വലിയ സ്ഥാനങ്ങളിൽ ഇരുത്തിരിക്കുന്നേ. ജനങ്ങൾക്ക് സംരക്ഷണം നൽകേണ്ട ആളുകള് എവിടെയാണോ ഞാൻ ചോദിക്കുന്നേ? നിങ്ങളൊക്കെ എവിടെ പോയി ഒളിച്ചിരിക്കുവാണ്? ഇവന്റെ ഇവന്റെ അടുക്കളയിൽ കയറി ഇരിക്കുവാണോ? നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, ഞാൻ നിന്റെ അടിമയായിട്ട് നിന്റെ മുന്നിൽ കൈകൂപ്പി നിന്നോളാം എന്ന് പറയുന്ന ആളുകൾ ഉള്ളപ്പോൾ, അങ്ങനെയുള്ള അധികാരികൾ ഉള്ളപ്പോ നമ്മളെ പോലെയുള്ള സാധാരണക്കാർക്ക് ഇവനെയൊക്കെ പേടിച്ച് ജീവിക്കേണ്ട ഗതികേട് വരുന്നു. അപ്പൊ എല്ലാ വീഡിയോയിലും ഇപ്പൊ യൂട്യൂബേഴ്സ് വന്നിരുന്നു പറയുന്നത് ഞാനെങ്ങാനും നടന്നു പോകുമ്പോൾ ഒരു ലോറി അടിച്ച് ഞാൻ മരിക്കുവാണെങ്കിൽ ഒരു കാർ എന്റെ നേരെ വന്ന് എന്നെ കൊല്ലുവാണ്. എന്തുകൊണ്ടാണ് ജനങ്ങൾ ഇതുപോലെ ഭയപ്പെടുന്നത്? വെറും ഒരു വ്യക്തിനെയാണ് ഈ പറയുന്നത്. ഇവൻ എന്താ പ്രത്യേകത എന്ന് ഞാൻ ചോദിക്കണേ? ഇവനൊരു ആക്ടറാണ്, ഞാൻ സംഭവിച്ചു. അവന്റെ കയ്യിൽ കുറച്ച് ക്യാഷ് ഉണ്ടായിരിക്കും, അത് ഞാൻ സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവന് മാത്രം ഈ ലോകത്ത് ജീവിച്ചാൽ മതിയോ? സത്യം വിളിച്ചു പറയുന്ന ആളുകളുടെ വാ മൂടിക്കെട്ടാൻ വേണ്ടി. നമുക്ക് എലിസബത്തിലേക്ക് വരാം. എലിസബത്ത് കുറെ കാര്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞു. എല്ലാവർക്കും എലിസബത്ത് പറയുന്ന കാര്യങ്ങളിൽ ജെനുവിനിറ്റി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് എലിസബത്തിന് വേണ്ടി സംസാരിക്കാൻ വേണ്ടി നീതിയുടെ ഭാഗത്ത് നിൽക്കാൻ, ന്യായത്തിന്റെ ഭാഗത്ത് നിൽക്കാൻ കുറെ ആളുകൾ മുന്നോട്ട് വന്നത്. അതിന് പ്രത്യേകം എടുത്തു പറയേണ്ട യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി മൂപ്പൻസ് വ്ലോഗ്. ഒരുപാട് വീഡിയോസ് അയാൾ ഇപ്പോഴും വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്ന വീഡിയോയില് ഒരുപാട് തന്റെ ജീവന് ഭീഷണിയുണ്ട്, വധഭീഷണിയുണ്ട്, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അയാൾ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് കേരളം പോലെയുള്ള ഒരു സ്ഥലത്ത് ജനങ്ങൾക്ക് ഇത്രമാത്രം പേടിച്ച് തന്റെ ജീവനും സ്വത്തിനും ഒരു സംരക്ഷണമില്ല, ഒരുത്തന് ഒരു തോക്ക് കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ എല്ലാവരെയും ഭീഷണിപ്പെടുത്തി നടക്കുമ്പോൾ അതിനെ എന്തുകൊണ്ട് നമ്മുടെ നാട്ടിലെ നമ്മുടെ നാട് ഭരിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് അതിന് അനുവാദം കൊടുക്കുന്നു? കൃത്യമായി ചോദ്യം ചെയ്യപ്പെടേണ്ട കാര്യങ്ങളല്ലേ? ലൈസൻസ് ഇല്ലാതെ ഇയാൾ മറ്റുള്ളവരെ ഭീഷണിപ്പെടുത്താൻ വേണ്ടി അത് കണ്ടു എന്ന് പറയുന്ന അജു അലക്സിന്റെ വീട്ടിൽ ഇയാൾ ഇത് കൊണ്ടുചെന്ന് ചൂണ്ടിക്കാണിച്ചു എന്നാ പറയുന്നത്. അതുപോലെ തന്നെ മറ്റൊരു യൂട്യൂബറായ സീക്രട്ട് ഏജന്റ് ഇത് കണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇപ്പൊ പുറത്തേക്ക് വന്നിരിക്കുന്ന ഇയാളുടെ കൂടെയൊക്കെ ഉണ്ടായിരുന്ന ലിജേഷ് എന്ന് പറയുന്ന വ്യക്തി, എല്ലാവരും പറയുന്നു ഇയാളുടെ കയ്യിൽ ഇല്ലീഗലായിട്ട് ഇങ്ങനെ കീപ്പ് ചെയ്തിരിക്കുന്ന ഇതിനെ കുറിച്ച് പോലീസ് എന്ത് അന്വേഷണം? പുള്ളിക്കാരൻ അത് മുക്കിയിട്ടുണ്ടായിരിക്കും. ഇനി തപ്പിപ്പോയാലും ഇനി ആരെ തപ്പാൻ പോകുന്നേ? നമ്മുടെ നാട്ടിലെ പോലീസോ? ഇത്രയും ആളുകള് സത്യങ്ങളെ വിളിച്ചു പറയുമ്പോൾ ഇത്രയും ആളുകൾ ഇതൊക്കെ കണ്ടു എന്ന് പറഞ്ഞിട്ട് ഇയാളെ വിളിച്ചൊന്ന് ക്വസ്റ്റ്യൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിന്റെ പിറകിലൂടെ ഇൻവെസ്റ്റിഗേഷൻ ആയിട്ട് ആരെങ്കിലും എവിടെങ്കിലും പോയതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? സത്യം പറയാന്നുണ്ടെങ്കിൽ ഒരു മുഖ്യധാര മാധ്യമങ്ങൾ പോലും ഇതൊന്നും എടുത്തു വെച്ച് ഒരു ചർച്ചയോ ഇതിനെക്കുറിച്ചൊരു ന്യൂസോ ഒന്നും പുറത്തേക്ക് വരത്തില്ല. അവിടെയുണ്ട് ഇവൻ ആരാണെന്നുള്ളത്. മുഖ്യധാര മാധ്യമങ്ങൾ പോയായിരുന്നു കേട്ടോ. കാരണം ഇവൻ എന്റെ പുതിയ ഭാര്യ, കാരണം എല്ലാ ആഴ്ചയിലും ഭാര്യനെ മാറുന്ന ഭാര്യ എന്നൊന്നും ഇവൻ പറയാറില്ല. ഇവൻ എല്ലാ ആഴ്ചയും പുതിയ സെറ്റപ്പ് അങ്ങനെ മാത്രം പറഞ്ഞാൽ മതി. പറയുന്നതില് എനിക്ക് വിഷമം തോന്നുന്നുണ്ട്. കാരണം നമ്മൾ പറയുന്നത് സ്ത്രീകളെയാണ്. കാരണം ഇവന് നല്ല നാക്കാ. ഇതുപോലെ ഓരോ ആഴ്ചയിലും പുതിയ പുതിയ ടീം, അങ്ങനെ തന്നെയാണ് അതിന്റെ ക്യാരക്ടർ. അതുകൊണ്ട് തന്നെ എന്നിട്ട് ആ പെൺപിള്ളേരെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വലയിലാക്കിയിട്ട് പിന്നീട് അവരെ ഉപദ്രവിച്ചും അവരെ ദ്രോഹിച്ചും മെന്റലി ഹരാസ് ചെയ്തും അവരെ ലൈഫിൽ നിന്ന് ഇറക്കി വിട്ട് അവരെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുന്ന പിന്നെ തന്നെയൊക്കെ വിളിക്കേണ്ട ഭാഷ എന്താണെന്നറിയോ? തന്റെ കാരണന്മാർ തനിക്കിട്ട പേര് ഇഷ്ടായില്ലെങ്കിൽ തന്റെ പേര് വിളിക്കുന്ന എല്ലാവരും ഞാൻ അങ്ങോട്ട് തൂക്കിക്കൊള്ളുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തൂക്കിക്കൊല്ലടോ ബാലേ. ഇവിടെ ഒന്നും ഒരാൾക്കും ചാവാൻ ഒരു പേടിയൊന്നുമില്ല. പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു തന്നെ പോകത്തുള്ളൂ. ഞാൻ ഇത്ര ദിവസം ഞാൻ വീഡിയോ ഒന്നും വലിയ കാര്യം ചെയ്തിട്ടില്ല. ഇതിന് ഞാൻ വീഡിയോ ചെയ്യും. നിയമമാണെങ്കിൽ നിയമം. താൻ പോയി കേസ് കൊടുക്ക്. എന്നിട്ട് തന്റെ കൂടെ താൻ ചെയ്യുന്നത് മാത്രം സപ്പോർട്ട് ചെയ്യുള്ളൂ. താൻ എന്ത് തെണ്ടിത്തരം കാണിച്ചാലും തന്റെ കൂടെ നിൽക്കും. അങ്ങനെയുള്ള ഒരു നിയമമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ആ നിയമത്തില് ഇപ്പോഴും നമ്മുടെ നിയമത്തെ ഞാൻ വിശ്വസിക്കുന്നു. സത്യത്തിന്റെ കൂടെ നിൽക്കുന്നു തന്നെ വിചാരിക്കുന്നു. പക്ഷേ ഇവരെ പോലെയുള്ള ഒരു വൃത്തികെട്ടവനെ സപ്പോർട്ട് ചെയ്യുന്ന അങ്ങനെ ഒരു നിയമവ്യവസ്ഥ നമ്മുടെ നാട്ടിലുണ്ടെന്നെങ്കിൽ ആ നിയമം എനിക്ക് വേണ്ടെന്ന്. ആ നിയമം എനിക്ക് വേണ്ട. ഒരു പെണ്ണ് വന്ന് 1-2 ആഴ്ച ഒരുപാട് കാര്യങ്ങൾ ഈ സമൂഹത്തോട് വിളിച്ചു പറഞ്ഞിട്ട് ആ പെണ്ണിന് ഒരു നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല, ഇതുപോലെയുള്ളവന്മാർക്ക് നമ്മുടെ നിയമവ്യവസ്ഥകളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു നിയമം നമുക്കെന്തിനാണ്? ഒരുപാട് വിഷമത്തോടു കൂടിയാണ് ആ സഹോദരി ഡോക്ടർ എലിസബത്ത് നമ്മളോട് പറഞ്ഞത്. ഞാൻ ഇത്രയും കാര്യങ്ങൾ, ഞാൻ എൻ്റെ ലൈഫിൽ അനുഭവിച്ച കാര്യങ്ങൾ ഇവനെ പോലെ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്തൊന്നല്ല.
ഡോക്ടർ എലിസബത്ത് നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു പൊസിഷൻ എളുപ്പമാണോ? അങ്ങനെ ഒരു പൊസിഷനിൽ എത്താൻ ഒരിക്കലും അല്ല. അങ്ങനെ നിൽക്കുന്ന ഒരു വ്യക്തിയെ പോലും മെന്റലി തകർക്കാനായിട്ട് അവരെ മാനസിക രോഗി എന്ന് പോലും മുദ്ര കുത്താൻ മടിക്കാത്ത ഇവനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഈ സംവിധാനങ്ങളാണ് മാറിക്കിട്ടേണ്ടത്. ജനങ്ങൾ പ്രതികരിക്കണം, ഡോക്ടർ എലിസബത്തിന്റെ കൂടെ നിൽക്കണം. ഇപ്പോഴാണ് നമ്മൾ ഡോക്ടർ എലിസബത്തിന് കൂടുതൽ സപ്പോർട്ട് കൊടുക്കണേ. ഡോക്ടർ എലിസബത്ത് നിശബ്ദയായിരിക്കുന്നുണ്ടെങ്കിൽ അത്രമാത്രം ഭീഷണി, സ്വന്തം ജീവന് ഭീഷണി ഉള്ളത് കൊണ്ട് തന്നെയാണ്. നമ്മൾ കൂടെ നിൽക്കുമ്പോൾ ഒരു ജന സപ്പോർട്ട് കാണുമ്പോൾ മിണ്ടാതിരിക്കുന്ന നമ്മുടെ നിയമവ്യവസ്ഥകള്, നമ്മുടെ അധികാരികള് അവരുടെ കണ്ണ് തുറക്കുന്നു തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുവരെ ഡോക്ടർ എലിസബത്തിന്റെ കൂടെ കട്ട സപ്പോർട്ടുമായിട്ട് ഒരു യൂട്യൂബേഴ്സും ഒരു വീഡിയോസ് നിർത്തരുത്. ശക്തമായി മുന്നോട്ട് പോകണം. റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ്. സത്യം പറയാണെന്നുണ്ടെങ്കിൽ മൂപ്പൻസ് വ്ലോഗ്സിനൊക്കെ ഏതെങ്കിലും ഒരു സബ്ജക്ട് എടുത്ത് എന്തെങ്കിലും പറഞ്ഞു പോയാൽ മതി. ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും ഇടപെടേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തുകൊണ്ട് എല്ലാവരും സെൽഫിഷായ എനിക്ക് എന്റെ ശരീരത്ത് മണ്ണ് വീണാൽ മാത്രമേ ഞാൻ മിണ്ടത്തുള്ളൂ? അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് മനുഷ്യനെ എന്ന് മാറ്റിപ്പിടിക്കുന്നതോ, സ്വാർത്ഥതയില്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ എന്ന് മുൻപിട്ടിറങ്ങുന്നതോ അവിടെ നമ്മൾ വിജയിക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അല്ലാതെ ക്യാഷിന് വേണ്ടി മാത്രം, റീച്ചിന് വേണ്ടി മാത്രം. പല ആളുകളും വന്ന് എന്റെ വീഡിയോയുടെ താഴെ കുറയ്ക്കാറുണ്ട്, അയ്യോ റീച്ചിന് വേണ്ടിയിട്ടല്ലേ, ക്യാഷിന് വേണ്ടിയിട്ടല്ലേ. അങ്ങനെ ഒരു പരിപാടിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത് ചെയ്യേണ്ട അത്യാവശ്യമില്ലെന്നേ. ശരിയാണ്, വീഡിയോ ഇടുന്ന എല്ലാവർക്കും ക്യാഷും റീച്ചും എല്ലാം കിട്ടുന്നുണ്ട്. അതിലുപരി നമുക്കൊരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി വേണം. അങ്ങനെ മുന്നോട്ട് നിങ്ങൾ പോയി നോക്കിക്കോ, എല്ലാ സിസ്റ്റംസും മാറും. ഇജാതി പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലേ നടക്കത്തുള്ളൂ. ഇവനന്മാരെ പോലെയുള്ള കുറച്ച് ആളുകൾക്ക് വന്നിരുന്നോണ്ട് ഇതുപോലെ എന്തും ഞാൻ കാണിക്കും, നീ എന്നൊന്ന് കാണട്ടെ, ഇങ്ങനെയുള്ള മുദ്രാവാക്യങ്ങൾ ഇവനൊക്കെ വിളിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ അതിന് നമ്മൾ ഇനി അനുവദിച്ചു കൊടുത്തുകൂടാ. ഒരുപാട് വീഡിയോസ് ആയിട്ട്, ഓരോ ദിവസം വീഡിയോസ് ആയിട്ട് ആണ്ണനൊന്ന് ഭീഷണിപ്പെടുത്തും, ഞാനൊന്ന് കാണട്ടെ, പെട്ടെന്ന് കാണാം.